മക്കളെ, ഇന്ന് നമുക്ക് സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ഗാലിബ് കലീമിൻ്റെ ലേഖനം നോക്കാം. 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സാഫ് സഫായി മേ അവൽ ഗാവ്. സാഫ് സഫായി പറഞ്ഞാൽ ശുചിത്വം. ശുചിത്വത്തിൽ അവൽ ഗാവ് പറഞ്ഞാൽ ഒന്നാമതായ ഗ്രാമം. ശുചിത്വത്തിൽ ഒന്നാമതായ ഗ്രാമം എന്നാണ് നമ്മൾ പഠിക്കുന്ന ഈ ലേഖനത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഗാലിബ് കലീമാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഏഷ്യാക്ക സബ്സേ സാഫ് സുതരാ ഗാവ് മാവ്ലിംഗ്യോങ് മേഘാലയ മേ ഹെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം. സാഫ് സുതരാ ഗ്രാവ് പറഞ്ഞാൽ വൃത്തിയുള്ള ഗ്രാമം, ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമമാണ് ഏത്? മാവ്ലിംഗ്യോങ്. ഈ മാവ്ലിംഗ്യോങ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം എന്താണ്? ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മാവ്ലിംഗ്യോങ് മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നു. സാൽ 2003 ഇസ് ഗാവുക്കോ ഈ ഗ്രാമത്തിനെ ഏഷ്യാക്കെ സബ്സേ സാഫ് സുതരാ ഗാവ് കെ തൗർ പർ ചുനാ ഗയ. എന്താണ് സംഭവിച്ചത്? 2003 ഈ ഗ്രാമത്തിനെ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം, എങ്ങനെയുള്ള ഗ്രാമമാണ്? സബ്സേ സാഫ് സുതരാ ഗാവ്, ഗ്രാമത്തിൽ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന രീതിയിൽ, തൗർപ്പർ എന്ന് പറഞ്ഞാൽ രീതിയിൽ, ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം എന്താ നമ്മൾ പഠിച്ചത്? ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ് മാവ്ലിംഗ്യോങ്. അത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. 2003 ഈ ഗ്രാമത്തിനെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇസ് ഗാവ് കി സബ്സേ ബഡി ഖാസിയത്ത് ഹേ കി ഇസ് ഗാവ് കി, ഈ ഗ്രാമത്തിൻ്റെ സബ്സേ ബഡി ഏറ്റവും വലിയ ഖാസിയത്ത്, പ്രത്യേകത, ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? യഹ് ഹേ കി യഹാം കി സാരി സാഫ് സഫായി ഗാവ് വാലെ ഖുദ് ഹി കർത്തേ ഹേ. എന്താണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? സബ്സേ ബഡി ഖാസിയത്ത് എന്താണ്? യഹ് ഹേ കി. എന്താ യഹ് ഹേ കി പറഞ്ഞാൽ? ഇതാണ്. കി എന്തെന്നാൽ. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ്. എന്തെന്നാൽ യഹാം കി സാരി സാഫ് സഫായി, യഹാം കി ഇവിടത്തെ, സാരി സാഫ് സഫായി എല്ലാ ശുചിത്വ കാര്യങ്ങളും, ഗാവ് വാലെ ഗ്രാമവാസികൾ, ഖുദ് ഹി കർത്തേ ഹേ സ്വയം ചെയ്യുന്നു. ഇവിടുത്തെ എല്ലാ വൃത്തിൻ്റെ പരിപാടികൾ, വൃത്തിയാക്കേണ്ട എല്ലാ കാര്യങ്ങളും ആരാ ചെയ്യുന്നത്? ശുചിത്വ കാര്യങ്ങളൊക്കെ ഗ്രാമവാസികൾ സ്വയം ചെയ്യാണ്. ഗ്രാമവാസികൾ സ്വയമാണ് അത് ചെയ്യുന്നത്. അപ്പം എന്താ അപ്പോൾ നമ്മൾ നോക്കിയത്? ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ആ ഗ്രാമത്തിൻ്റെ വൃത്തിയുടെ കാര്യങ്ങൾ, അതായത് ശുചിത്വ കാര്യങ്ങൾ ആ ഗ്രാമവാസികൾ തന്നെയാണ് ചെയ്യുന്നത്. സ്വച്ഛതാ കെ ലിയെ യഹാം കെ ലോഗ് കിസി തരഹ കെ പ്രശാസൻ പർ നിർഭർ നഹീ ഹെ. സ്വച്ഛത, ശുചിത്വത്തിന് വേണ്ടിയിട്ട് യഹാം കെ ലോഗ് ഇവിടെയുള്ള ആളുകൾ കിസി തരസേ പ്രശാസൻ പർ നിർഭർ നഹിയെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണം അവരെ ആശ്രയിക്കുന്നില്ല. അവരാരെയും ആശ്രയിക്കുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭരണമോ കാര്യമോ ഒന്നും അവർ ആശ്രയിക്കുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. അവരെന്ത് ചെയ്യുന്നു? അവർ സ്വയം തങ്ങളുടേതായ ഗ്രാമം അവർ സ്വയം വൃത്തിയായിട്ട് വെക്കുന്നു. അപ്പം അത്രയാണ് നമ്മളുടെ ഈ ഫസ്റ്റ് പാരഗ്രാഫിലുള്ളത്. ഇനി നമുക്ക് 2ാമത്തെ പാരഗ്രാഫ് നോക്കാം. ഇസ് ചോട്ടേ സേ ഗാവ് മേ, ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂരി തരഹ് സേ പ്രതിബന്ധിത് ഹേ. ഈ ചെറിയ ഗ്രാമത്തിൽ എന്താണ്? പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. പ്രതിബന്ധിത് പറഞ്ഞാൽ നിരോധിക്കുക.
പ്രതിബന്ധിത് ഹെ നിരോധിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ഗ്രാമം വൃത്തിയാവാൻ വേണ്ടി അവർ ആദ്യം തന്നെ ചെയ്ത കാര്യം എന്താണ്? ആ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് നിരോധിച്ചു. पूरे गांव में जगह जगह बांस से बने हुए डस्टबिन लगाए गए. എന്താ പിന്നെ ചെയ്തത്? പൂരേ ഗാവുമേം ഗ്രാമം മുഴുവൻ ജഗ ജഗ പല സ്ഥലങ്ങളിലായിട്ട്, അതായത് ഗ്രാമത്തിൽ എല്ലായിടങ്ങളിലും പലയിടങ്ങളിലായിട്ട് ബാംസ് സേബനെ മുള കൊണ്ടുണ്ടാക്കിയ, ബാംസ് പറഞ്ഞ മുള, എന്താണ് ബാംസ്? മുള. കണ്ട, മുള കൊണ്ടുണ്ടാക്കിയത്. ബാംസ് സേബനെ ഹുയേ, മുള കൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള ഡസ്റ്റ്ബിൻ ലഗായേ ഗയേ. ഡസ്റ്റ്ബിൻ കണ്ട, മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിനാണിത്. ഈ ഡസ്റ്റ്ബിൻ അവർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഗ്രാമത്തിൽ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ സ്ഥാപിച്ചു. महिला पुरुष और बच्चों समेत किसी भी गाँव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाते हैं. അപ്പം എന്താണ്? മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചു എന്ന് പറഞ്ഞല്ലോ. മഹിള പറഞ്ഞ സ്ത്രീകൾ, പുരുഷന്മാർ, ആർ ബച്ചോം കുട്ടികൾ. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും സമേത് കിസി ബി ഗാവാലെ, കുട്ടികളും അടങ്ങുന്ന, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ കുട്ടികളാവട്ടെ ആരു തന്നെ ആയിരുന്നാലും, ഗാവ് വാലോക്കോ അഗർ കഹി, ഇങ്ങനെയുള്ള ഈ കുട്ടികളും പിന്നെ പുരുഷന്മാർ സ്ത്രീകളും അടങ്ങുന്ന ഈ ഒരു ഗ്രാമവാസികളുണ്ടോ, ഈ ഗ്രാമത്തിലുള്ള ആളുകൾ അഗർ കഹീം ഗന്ദഗി നസറാത്തി ഹെത്തോ, അഗർ ഒരു പക്ഷേ, കഹീം എവിടെയെങ്കിലും, ഗന്ദഗി മാലിന്യം, നസർ ആത്തി ഹെത്തോ ദൃഷ്ടിയിൽപ്പെടുകയാണെങ്കിൽ, അതായത് അവരുടെ കണ്ണിൽ പെടുകയാണ്, എവിടെയെങ്കിലും ഇങ്ങനെ മാലിന്യം കിടക്കുന്നത് അവരുടെ കണ്ണിൽ പെടുകയാണ് എന്നുണ്ടെങ്കിൽ, വേ ഫൗരൻ, അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഫൗരൻ പറഞ്ഞാൽ പെട്ടെന്ന്, അവർ പെട്ടെന്ന് തന്നെ സഫായിമേ ലഗ് ജാത്തേ ഹെ, അവർ പെട്ടെന്ന് തന്നെ എന്താ ചെയ്യുക? സഫായി ശുചിത്വ കാര്യത്തിലേക്ക് ഏർപ്പെടുന്നു. അത് വൃത്തിയാക്കുന്ന കാര്യം അവർ ചെയ്യുന്നു. എന്തെങ്കിലും മാലിന്യമല്ല, ചപ്പു ചവറുകളോ എന്തെങ്കിലും മാലിന്യങ്ങളോ എന്തുമാവട്ടെ, അപ്പോൾ അവിടെയുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും ആര് തന്നെ ആയിരുന്നാലും അവരെന്ത് ചെയ്യും? അത് വേഗം തന്നെ അത് വൃത്തിയാക്കുന്ന കാര്യം അവർ ചെയ്യും. സ്ത്രീകളോ, ഞാൻ സ്ത്രീയാണല്ലോ എനിക്കതൊന്നും പറ്റൂല എന്ന് സ്ത്രീകൾ വിചാരിക്കില്ല. പുരുഷന്മാർ, ഞാൻ പുരുഷനാണല്ലോ എന്നെ കൊണ്ട് ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പുരുഷനും വിചാരിക്കില്ല. കുട്ടികളാണെങ്കിൽ ഞാൻ കുട്ടിയല്ലേ എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെറിയ കുട്ടിയല്ലേ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ആരിരിക്കില്ല? കുട്ടികളും ഇരിക്കില്ല. എല്ലാവരും എന്ത് ചെയ്യും? ഒരേ മനസ്സോട് കൂടിയിട്ട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഏർപ്പെടും എന്നാണ് പറഞ്ഞത്. ഓക്കെ. सफाई के प्रति उनकी जागरूकता का अंदाजा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं. എന്താണ് ഇവർ ചെയ്യുന്നത്? എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് നോക്കാം. സഫായിക്ക് പ്രതി ഉൻകി ജാഗരൂകത. സഫായി പറഞ്ഞ ശുചിത്വം. ശുചിത്വത്തിൻ്റെ ആ പരിപാടി ഉണ്ടല്ലോ, അവരുടെ ശുചിത്വ പരിപാടി, അവരുടെ ശുചിത്വത്തിൻ്റെ ജാഗരൂകത. സഫായിക്ക് പ്രതി, അതായത് ശുചിത്വത്തിനോടുള്ള അവരുടെ ജാഗരൂകത പറഞ്ഞ ഉണർവ്, അവരുടെ ഉന്മേഷം, അത് ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഉണ്ടല്ലോ, ആ ഉന്മേഷം, ജാഗരൂകതാക്ക അന്താസ, ജാഗരൂകതയുടെ ആ ഒരു അന്താസ എന്ന് പറഞ്ഞാൽ കണക്കാക്കുക എന്ന് പറയും.
അന്താസ കണക്കാക്കുക, അതായത് അവരുടെ ഉണർവ്, അവരെ എത്രമാത്രം ജാഗരൂകരായിട്ടാണ്, എത്രമാത്രം ഉണർവോടു കൂടി, എത്രമാത്രം ഉന്മേഷത്തോടു കൂടിയാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് കണക്കാക്കാൻ വേണ്ടി, നമുക്ക് മനസ്സിലാക്കാം. അവരുടെ അളവുണ്ടല്ലോ, അവരെങ്ങനെയുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അത് കണക്കാക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഇനി പറയുന്നത് കേട്ടോ. തും ഇസ് ബാത് സേ ലഗാ സക്തേ ഹെ, നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യത്തിലൂടെ അവരെത്രമാത്രം ജാഗരൂകരാണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സക്തേ ഹോ കി എന്തെന്നാൽ, ഇനിയാണ് ആ കാര്യം പറയാൻ പോകുന്നത് കേട്ടോ. കി എന്തെന്നാൽ, അഗർ സടക്ക് പർ ചൽത്തേ ഹുയേ ഉന്നേ കഹി, അഗർ ഒരു പക്ഷേ, സടക്ക് പർ ചൽത്തേ ഹുയേ ഉന്നേ റോഡിലൂടെ നടക്കുന്ന ഇവർ, കഹീം ബി കച്ചര എവിടെയെങ്കിലും, കച്ചര കച്ചര പറഞ്ഞാൽ ചപ്പുചവറുകൾ, നസർ ആയത്തു അവരുടെ ദൃഷ്ടിയിൽപ്പെടുകയാണെങ്കിൽ, തോ പറഞ്ഞ എങ്കിൽ, അവരുടെ ദൃഷ്ടിയിൽപ്പെടുകയാണെങ്കിൽ, വേ പഹലെ കച്ചരേക്കോ ഡസ്റ്റ്ബിൻ മേ ഡാൽത്തെ, അവരാദ്യം തന്നെ ആ കച്ചരെ, ആ ചപ്പുചവറെടുത്തിട്ട് എന്ത് ചെയ്യും? ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുന്നു. ഡസ്റ്റ്ബിൻ ഡാൽത്തെ പറഞ്ഞാൽ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുന്നു. അപ്പം മനസ്സിലായില്ലേ അവരെത്രമാത്രം ജാഗരൂകരാണ് വൃത്തിയുടെ കാര്യത്തിൽ എന്ന് മനസ്സിലായില്ലേ? അപ്പം അവരെത്രമാത്രം വൃത്തിയുടെ കാര്യത്തിൽ ജാഗരൂകരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം എന്താണ്? അവർ എങ്ങോട്ടെങ്കിലും റോഡിലൂടെ അങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. അഗർ സടക്ക് പർ ചൽത്തേ ഹുയോനെ കഹീം ബി കച്ചറ നസറായത്തോ, റോഡിലൂടെ എങ്ങനെ നടന്നു പോകുന്ന അവർ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വേസ്റ്റ് കാണുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അതെടുത്തിട്ട് ഡസ്റ്റ്ബിന്നിൽ അങ്ങോട്ട് ഇടും. ഫിർ ആകെ ബഡ്തേ ഹെ, അതിനുശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്? ആകെ ബഡ്തേ ഹെ, മുന്നോട്ട് പോകുന്നത്. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വേസ്റ്റ് കണ്ടു. അപ്പോൾ ആ വേസ്റ്റ് അവിടെ കിടക്കട്ടെ, എൻ്റെ കാര്യം നടക്കാം, ഞാൻ വേഗം പോട്ടെ എന്ന് വിചാരിക്കാതെ അവരെന്ത് ചെയ്യും? ആ വേസ്റ്റ് എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇട്ടതിന് ശേഷമാണ് അവരെന്തിനാണോ പോകുന്നത് ആ കാര്യത്തിന് വേണ്ടി അവർ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും ജാഗരൂകരാണ് അവർ. മനസ്സിലായല്ലോ? യഹാം ലോഗ് അപ്പനെ ഗർ സേ നികൽനെ വാലെ കൂടെ കച്ചരെ കോ ഭി ഡസ്റ്റ്ബിൻ മേ ജമാ കർത്തേ ഹെ. യഹാം ലോഗ് ഇവിടെയുള്ള ആളുകൾ, അപ്പനെ ഗർ സേ സ്വന്തം വീട്ടിൽ നിന്നും, നികൽനെ വാലി പുറത്തേക്ക് വരുന്ന, കൂടെ കച്ചരെ ചപ്പുചവറുകൾ, കോബി ചപ്പുചവറുകൾ കൂടി, ഡസ്റ്റ്ബിൻ മേ ജമാ കർത്തേ ഹെ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുന്നു. അവിടെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? സ്വന്തം വീടുകളിലും ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടായിരിക്കൂലേ, ചപ്പുചവറുകളും മാലിന്യങ്ങളും ഒക്കെ സ്വന്തം വീടുകളിലും ഉണ്ടായിരിക്കും. ആ സ്വന്തം വീടുകളിൽ ഉണ്ടാകുന്ന ആ മാലിന്യങ്ങളൊക്കെ അവരെന്താ ചെയ്യുന്നത്? ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുന്നു. और फिर उसे एक जगह इकट्ठा कर खेती के लिए गाद की तरह इस्तेमाल करते हैं. നിക്ഷേപിക്കുക മാത്രമല്ല, പിന്നെ എന്താ അവരായി ചെയ്യുന്നത്? നിക്ഷേപിക്കുകയും, ഫിർ പിന്നീട്, ഉസേ അതിനെ, ഏക് ജഗഹ് ഒരു സ്ഥലത്ത്, ഇകട്ടാക്കർ ശേഖരിച്ചിട്ട്, ഗേത്തി കേലിയെ കൃഷിക്ക് വേണ്ടി, ഗാദ് കി തരഹ് വളത്തിൻ്റെ രീതിയിൽ, ഇസ്തേമാൽ കർത്തേ ഹെ ഉപയോഗിക്കുന്നു. മനസ്സിലായോ? അവരുടെ വേസ്റ്റൊക്കെ അവർ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിച്ചിട്ട് അതൊക്കെ കൂടെ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് കൂട്ടിവെച്ചിട്ട് അതിനെ കൃഷിക്ക് വേണ്ടിയിട്ട് വളമായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം അത്രയാണ് ആ പാരഗ്രാഫിലുള്ളത്. ഇനി അടുത്തത് നോക്കാം. ഐസ കഹാ ജാത്താ ഹെ കി, ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, അവരുടെ ഗ്രാമത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയപ്പെടുന്നുണ്ട്. എന്താണ് പറയുന്നത്? 130 സാൽ പഹലെ, 130 വർഷം മുമ്പ്. എത്ര വർഷം മുമ്പാണ്? 130 വർഷം മുമ്പ്. ഇസ് ഗാവ് കോ, ഈ ഗ്രാമത്തിനെ, ഹൈജേക്കി ബീമാരി, ഈ ഗ്രാമത്തിൽ എന്തുണ്ടായി? ഹൈജേക്കി ബീമാരിനെ, ഈ ഗ്രാമത്തിനെ, ഹൈജ എന്ന് പറഞ്ഞാൽ കോളറ രോഗം, ബുരീ തരസെ ജക്കഡ് ലിയാദ, ആ മോശമായ രീതിയിൽ വ്യാപിച്ചു. അതായത് കോളറ രോഗം, ഈ കോളറ എന്ന ഈ രോഗം ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വ്യാപിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെയുള്ള എല്ലാ ജനങ്ങളിലും കോളറ രോഗം പിടിപെട്ടു. വളരെ ഭീകരമായ രീതിയിൽ തന്നെ പിടിപെട്ടു.
മെഡിക്കൽ സുവിധ ന ഹോനെ കി ജഹസേ. മെഡിക്കൽ സുവിധ, അവിടെ എന്തുണ്ടായിരുന്നില്ല? മെഡിക്കൽ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ സുവിധ ന ഹോനെ കി വജഹസേ. 130 വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ. അപ്പം എന്താണ്? മെഡിക്കൽ സൗകര്യങ്ങളൊന്നും ഇന്നത്തെ പോലെ അത്ര പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നില്ല. ആ കാരണത്താൽ ഇസ് ബീമാരിസെ, ഈ രോഗത്തിൽ നിന്നും ചുടുക്കാരാ പാനേക്ക, ചുടുക്കാര പറഞ്ഞ മോചനം, ചുടുക്കാര മോചനം, ചുടുക്കാര പാനേക്ക മോചനം നേടാനുള്ള, അതിൽ നിന്നും മോചനം നേടാനുള്ള ഏകമാത്ര ഉപായിത സഫായി കർണ, ഒരേ ഒരു ഉപായം എന്തായിരുന്നു? ശുചിത്വമായിരുന്നു. കൊളറ എന്ന രോഗം 130 വർഷങ്ങൾക്ക് മുമ്പ് ആ ഗ്രാമത്തിനെ പിടിച്ചുലച്ചപ്പോൾ അവിടെ മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ കുറവായിരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ അതിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരേ ഒരു ഉപായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായിരുന്നു? സഫായി കർണ, ശുചിത്വം, വൃത്തിയാക്കുക. ഗ്രാമങ്ങളും വീടുകളും ഒക്കെ എന്ത് ചെയ്യുക? വൃത്തിയാക്കുക. ശുചിത്വം മാത്രമാണ് അവർക്കുണ്ടായിരുന്ന ഒരു ഉപായം. गाँव के लोगों का मानना है कि हमारे पूर्वजों ने कहा था कि तुम सफाई के जरिए की गुद को बचा सकते हो. ഗാവ് കെ ലോകം കാ മാന്യ, ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ അംഗീകാരം, അവർ അംഗീകരിച്ചൊരു കാര്യം എന്താണ്? ഹമാരെ പൂർവജോനെ കഹാദ, ഞങ്ങളുടെ പൂർവികർ, പൂർവജോ പറഞ്ഞാൽ പൂർവികർ, ഞങ്ങളുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്നാൽ തും സഫായിക്ക് ജരിയെ, നിങ്ങൾക്ക് സഫായിക്ക് ജരിയെ, സഫായി പറഞ്ഞ ശുചിത്വം മുഖേനയല്ലാതെ, ജരിയെ പറഞ്ഞ മുഖേന, ശുചിത്വം മുഖേനയല്ലാതെ, അതായത് ശുചിത്വം എന്ന ആ ഒരു പരിപാടിയോട് മാത്രമേ, ആ പരിപാടി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന്. അതാണ് മുഖേന പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് എന്നുള്ള അർത്ഥം. ശുചിത്വം ചെയ്യുക, അത് മുഖേനയാണ് ഗുദ് കോ ബജാ സക്തേ ഹോ. ഗുദ് പറഞ്ഞാൽ സ്വയം, നിങ്ങൾക്ക് സ്വയം രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വയം രക്ഷ നേടണമെങ്കിൽ, ഗ്രാമം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശുചിത്വമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിർ ചാഹേ വഹ് ഗാനോ ഹോ, പിന്നീട് അവർ വഹ് ഗാന ഹോ ഭക്ഷണമാവട്ടെ, ഗർ ഹോ വീടാവട്ടെ, ജമീൻ ഹോ ഭൂമിയാവട്ടെ, ഗാവ് ഹോ ഗ്രാമമാവട്ടെ, യാ ഫിർ അപ്ന ശരീർ ഹി ക്യോം ന ഹോ, അത് ഗ്രാമമാവട്ടെ, ഫിർ അപ്ന ശരീർ, താൻ സ്വന്തം ശരീരത്തിൻ്റെ, ക്യോം ന ഹോ, ആ സ്വന്തം ശരീരമാവട്ടെ, സ്വന്തം ശരീരത്തിലെ എവിടെയും ആവട്ടെ, നമ്മുടെ ശരീരാവയവങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും ആവട്ടെ, സഫായി സരൂരി ഹെ, വൃത്തി അത്യാവശ്യമാണ്. സഫായി, വൃത്തി, സരൂരി ഹെ, അത്യാവശ്യമാണ്. എവിടെയായിരുന്നാലും എന്താണ്? വൃത്തി അത്യാവശ്യമാണ് എന്ന കാര്യം അവർ പഠിക്കുകയും അവരുടെ ഗ്രാമവും അവരുടെ വീടും പിന്നെ അവരുടെ പരിസരവും അവരുടെ ശരീരവും എല്ലാം അവർ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവരുടെ ഗ്രാമം രക്ഷ നേടുകയും ചെയ്തു അല്ലേ. അപ്പം അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. വളരെയധികം വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ശുചിത്വത്തിനെ കുറിച്ചുള്ളൊരു ലേഖനമാണ് ഇവിടെ സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ഗാലിബ് കലീമിൻ്റെ ലേഖനം. നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞു. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളൊരു കമൻറ്റെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതണേ. നിങ്ങളുടെ കമൻറ്റ് കാണുന്നതാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് എന്തു തന്നെയായിരുന്നാലും നിങ്ങൾ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.